ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ മേഫീൽഡ് ഗാർഡനിലോട്ടാണ് പോകുന്നത്. എല്ലാം ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. കുറച്ച് ലേറ്റായി, നമ്മൾ രാവിലെ തന്നെ പുറപ്പെടണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇതാ ഇവിടെ ഏട്ടൻ കാർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സിൻസ് ഇതൊരു 3 hours ജേർണി ആയതുകൊണ്ട് നമ്മൾ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ നമ്മൾ TT8ൻ്റെ കാറാണ് ബോറോ ചെയ്തത്. എക്സൈറ്റഡ് അല്ലേ? അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ജേർണി സ്റ്റാർട്ട് ചെയ്തത് അറൌണ്ട് 12:13 ആയിരുന്നു. ലേറ്റ് സ്റ്റാർട്ട് ആയാലും എക്സൈറ്റ്മെന്റ് വാസ് ഫുൾ ഓൺ. വെതറും സൂപ്പർ ആയിരുന്നു. നോട്ട് ടു ഹോട്ട്, നോട്ട് ടു കോൾഡ്, പെർഫെക്റ്റ് ഫോർ എ ലോങ് ഡ്രൈവ്. ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ ഹംഗ്രി ജാക്സ് ഡ്രൈവ് ത്രൂലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് കാറിൽ തന്നെ നമ്മൾ ചില്ലായിട്ടിരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം സേവ് ചെയ്തു. സിറ്റി സൈഡ് വിട്ട് പുറത്ത് പോയി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് സീനറി ഫുൾ ചേഞ്ച് ആയിരുന്നു. റാൻഡം സൈഡിലും ഫുൾ ഗ്രീനറി. അറൌണ്ട് 2 hours കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സ്മോൾ കോഫി ബ്രേക്ക് എടുത്തു. കുറച്ച് നേരം നിർത്തി സ്ട്രെച്ച് ചെയ്തു, ബോഡി ഫുൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ലോങ് ഡ്രൈവ് അല്ലേ, റെസ്റ്റ് എടുത്തത് കൊണ്ട് കുറച്ച് ഫ്രഷ് ആയി. പിന്നെ വീണ്ടും നമ്മൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തപ്പോൾ ബൈ ദിസ് ടൈം ഫുൾ സീനറി ടോട്ടലി ചേഞ്ച് ആയിരുന്നു. റാൻഡം സൈഡിലും നമ്മൾക്ക് എൻഡ്ലെസ് ഗ്രീനറി മാത്രം. ഇവിടെ കുറേ നമ്മൾ ഷീപ്സും കെറ്റിലും ഒക്കെ കണ്ടു. ഇങ്ങനെ കണ്ട് കണ്ട് സമയം എങ്ങനെ പോയെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ മേഫീൽഡ് ഗാർഡനിൽ റീച്ചായി. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അതാണ് വിഹാൻ. നമ്മളുടെ വേൾഡിൽ കയറിയിട്ട് അവനും അച്ഛനും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് നോക്കണു. വിഹാൻ നല്ലോണം എൻജോയ് ചെയ്തു. അവന് ഇങ്ങനത്തെ സ്ഥലം കിട്ടിയാൽ അവന് നടന്ന് ഓടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ മേഫീൽഡ് ഗാർഡനിൽ എൻട്രി ചെയ്യാൻ നമുക്ക് ടിക്കറ്റ്സ് ഉണ്ട്. സോ ഫോർ അഡൾട്ട് ഇറ്റ് ഈസ് അറൌണ്ട് ലൈക്ക് $38 ആൻഡ് ഫോർ ഇൻഫൻറ്റ് ഫ്രീ ആയിരുന്നു. ലൈവ് മ്യൂസിക് ഉണ്ട് എന്ന് കേട്ടത്. കുറച്ച് നേരം അതും എൻജോയ് ചെയ്തിട്ട് നമ്മൾ എൻറ്റർ ചെയ്തു. ഈ ഏരിയയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അറൗണ്ട് 40 അട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാഫറ്റീരിയ ആണ് നമ്മൾ ഫസ്റ്റ് അട്രാക്ഷൻ കണ്ടത്. ഇതിൻ്റെ പോലെ ഇല്ല സ്ഥലങ്ങൾക്ക് നമ്മൾക്ക് പോവാം. പിന്നെ ടിക്കറ്റ്സ്, കയ്യിലിടുന്ന ടിക്കറ്റ്സ് അവർ തന്നിട്ടുണ്ട്. അത് അവിടെ പോയിട്ട് ഇടണമെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതാണ് എൻട്രി വേ. അച്ഛനും വിഹാനും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ വന്നത് ലേറ്റാണ്. നമ്മൾ വന്നത് 3:30-ക്കാണ്. 1 hourൽ ഈ സ്ഥലവും ക്ലോസ് ആവും. എത്ര ദൂരം പറ്റുണ്ടോ നമുക്ക് അത്ര ദൂരം പോയി നോക്കിയിട്ട് വരാം. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ. അവരെന്തോ സ്പാർക്ലിംഗ് വാട്ടറൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല. സോറി. വാ വാ വാ. വിഹാൻ ഇങ്ങനെ വാ. അച്ഛാ അച്ഛാ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ബി കെയർഫുൾ ഇൻ ദിസ് ഏരിയ എന്ന്. പാമ്പുകളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം നോക്കി കണ്ട് പോണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മാത്രമാണ് ഇപ്പുറത്തേക്ക് പോകുന്നത്. വേറെ ആരെയും കണ്ടില്ല. കറക്റ്റായിട്ട് എല്ലാവരും പോകുന്ന സമയം നമ്മൾ
നമ്മൾ അപ്പോഴാണ് പോകുന്നത്. നമ്മൾ എൻഡ് ഓഫ് ഏപ്രിൽ ഇല്ലെങ്കിൽ മിഡല്ല ഏർലി മെയ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെടികളിൽ എല്ലാം ലീവ്സൊക്കെ ഇടുന്നുണ്ടാവും. പക്ഷേ നമുക്ക് വന്നത് ലേറ്റായിപ്പോയി. ശരി, മദേഴ്സ് ഡേ അപ്പോൾ നമുക്കിവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അതെ, നല്ല. ഇത് നോക്കി, ഇങ്ങനെ പോവാൻ പാടോ? ഇതിൽ നന്നായിട്ടുണ്ട്, നോക്ക്. കാണാൻ ബ്യൂട്ടിഫുൾ അല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഐ തിങ്ക് 6 ആണ് തോന്നുന്നത്. 6 ആണെങ്കിൽ ദ വാട്ടർ ഗാർഡൻ. ഇതാണ് വാട്ടർ ഗാർഡൻ. ഇവിടെ ഒരു കുഞ്ഞ വാട്ടർഫാൾസ് ഉണ്ട്. നല്ല വൈബ്രന്റ് കളേഴ്സ് അല്ലേ? ഇതൊന്ന് കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. ആ ചെടിയൊക്കെ വന്നപ്പോൾ ഒരു ഭംഗിയുണ്ട്. 1 2 3 ഏതിലുമേ ശരിക്കും അവനെ ഇറക്കി വിടാ, അത്രേ ഉള്ളൂ. എവിടെ പോകുന്നു? എന്ത് ക്യൂട്ടായിട്ടുണ്ട്.
പക്ഷെ ഇവിടെ ഒക്കെ വെള്ളം കട്ടി ഇരിക്കണ്ട അല്ലേ? വെള്ളം ഒന്നും ഫ്ലോ ഇല്ല ഇവിടെ, പോകുന്ന പോലെ ഇല്ല കാണാൻ. ആ അതുകൊണ്ട് ഒരു പോലെ നന്നായിട്ടില്ല കാണാൻ, വെള്ളം അവിടെ മാത്രം. കല്ല് കളിക്കണം. പൂവൊക്കെ പൂവ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റി. ഇതാണ് കോപ്പർ ടീ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ നന്നായിട്ട് നനഞ്ഞു. അതിൻ്റെ ഫോട്ടോസ് ആണെങ്കിൽ ഞാൻ ഇടാം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല, പുള്ളി പോകാൻ പാടില്ല അവിടെ. ഫോറവർ വെള്ളം കൊട്ടുന്ന പോലെ അല്ലേ? ഈ സൈഡ് നോക്കാണെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പുറത്ത് നോക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ സൈഡ്. നമ്മുടെ ഏട്ടൻ്റെ പാക്കറ്റിൽ കിട്ടാൻ നേരം എടുക്കും. എല്ലാവർക്കും ഇരിക്കാം. അതിന് താഴത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? താഴത്ത് വെച്ച് ഫിക്സ് ചെയ്തേക്കും. വരുമോ? വിഹാൻ, വിഹാൻ അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചു. സമയം എന്ത് വെച്ചാൽ 4:54 ആയി. 1 hour നമ്മൾ എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് മൈക്കില്ലാത്തതുകൊണ്ട് അത്രയും നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല. സോ ഞങ്ങളാണ്
ഇറ്റ് വാസ് ഗുഡ്. നല്ല എനിക്ക് ആ മറ്റേ റെഡ് മരങ്ങളൊക്കെ ഇഷ്ടമായി. പിന്നെ രണ്ട് യെല്ലോ മരം മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. നിറയെ ഫോട്ടോസും എടുത്തു ഞങ്ങൾ. മെയിനായിട്ട് നിറയെ വന്ന ഫോട്ടോസ് എടുത്തു. കാമായിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലം പോകുമ്പോൾ ആരും ശബ്ദം ഉണ്ടായിരുന്നു. എൻ്റെ ശബ്ദമായിരുന്നു നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ നോക്കിക്കോ, ഞങ്ങളാണ് ലാസ്റ്റായിട്ട് കയറിയതും ഞങ്ങളാണ് ലാസ്റ്റായിട്ട് ഇറങ്ങുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കണ്ട വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ഐശ്വര്യ. എംപ്റ്റി ആയി. ഞങ്ങളാണ് ലാസ്റ്റ് പീപ്പിൾ ടു ലീവ് ദിസ് പ്ലേസ്. ഓ, സൺസെറ്റ് ഒക്കെ അപ്പുറത്ത് നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ? നമുക്കെല്ലാം ചെസ് അടക്കി വെച്ചിട്ടുണ്ട്. എന്നെ നടക്ക